വീട്ടിൽ കുറച്ച് വിരുന്നേരൊക്കെ വരുന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെമ്മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റെസിപ്പി ചെയ്യണം വിചാരിച്ച് വന്നപ്പോഴത്തേനും ഉമ്മ അതിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു കേട്ടോ. എന്നാലും വേണ്ടില്ല, ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനും. അപ്പം അതിനു വേണ്ടി ഞാനിതവിടെ പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ. ചെമ്മീൻ ഓൾറെഡി ഉമ്മ എടുത്ത് മസാലയൊക്കെ ആക്കിയോണ്ട് അതും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതിലൊന്നുമില്ലാന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ചെമ്മീൻ എടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും. ഇത് 1 കിലോ ചെമ്മീനാണ് കേട്ടോ. ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്നങ്ങ് തിരുമ്മി എടുത്തേച്ചാൽ മതി. ഇത് നമുക്ക് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ അതാ ഇതുപോലെ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണയിൽ ഇതൊന്നും മൊരിഞ്ഞ് കിട്ടണേ. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കോരി മാറ്റാൻ. ജസ്റ്റ് എണ്ണയിലിട്ട് തിളപ്പിക്കല്ല വേണ്ട, നല്ല മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാൽ ഒരുപാട് ക്രിസ്പി ആവാനും പാടില്ല. ചെറുതായി മൊരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കോരി മാറ്റണം കേട്ടോ. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇതേപോലെ പൊരിച്ചെടുത്ത ശേഷം സെയിം എണ്ണയിലോട്ട് തന്നെ ഞാൻ ഇച്ചിരി എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും കുറച്ച് കൂടുതൽ സവാള വഴറ്റിയെടുക്കണോണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു എന്നേ ഉള്ളൂ. 4 വലിയ സവാള വരെയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ചിലർക്ക് കൂടുതൽ മസാല ആവശ്യം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് സവാള കുറച്ചിട്ടെടുത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല കനലാണ്ട് അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് 1 ടീസ്പൂൺ കൂടെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വരണേ, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലോട്ട് 2 പച്ചമുളക് നടുകിൽ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പം അതും കൂടി ചേർത്ത് നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ തക്കാളിയാണ് കേട്ടോ. ഒരു 3 തക്കാളി, വലിയൊരു 3 തക്കാളി വരെയൊക്കെ ചേർക്കുക. 4 എണ്ണം വേണമെങ്കിൽ അത്രയും എടുക്കുക. കാരണം നമ്മളിതിൽ പ്രത്യേകിച്ച് പുളി ഒന്നും ചേർക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കാളി നീരിലുള്ള പുളി കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു 3 തൊട്ട് 4 വരെ തക്കാളി എടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് നല്ല വഴറ്റിയിട്ട് അടച്ചു കൊടുക്കുക. അടച്ചു വെച്ചിട്ട് ഇതുപോലെ ഒരു 2 മിനിറ്റ് ഒരു നോർമൽ തീയിലിട്ട് ഒന്ന് വേവിച്ചാൽ തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇതുപോലെ. അപ്പം അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവത്തിലാവുമ്പോഴാണ് നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം മസാലപ്പൊടികൾ ഞാൻ ഇതിലോട്ട് ഇതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടേ, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ കുരുമുളക് പൊടിയൊക്കെ. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ കൂടുതൽ എരിവ് ഉണ്ടാവില്ല, നല്ലൊരു കളറും കിട്ടും. അപ്പം അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവത്തിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗ്രേവി പോലെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് നമ്മൾ അതിലെ വെള്ളം മൊത്തം വറ്റിച്ചെടുത്തല്ലോ, അപ്പോൾ അത് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് ഒഴിക്കുകയും ചെയ്യരുത് കേട്ടോ. ചൂടുള്ള വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പാകത്തിനൊരു റോസ്റ്റ് പരുവത്തിൽ ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പുരട്ടിയെടുത്ത ശേഷം നല്ലോണം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയോ അല്ലെങ്കിൽ ഇതുപോലെ മല്ലിയിലയോ കട്ട് ചെയ്തിട്ട് ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോഴാട്ടോ ഏറ്റവും ടേസ്റ്റ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.